നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് വൈകിട്ട് 3 മണിക്ക് കഴിഞ്ഞതോടുകൂടി മത്സരചിത്രം വ്യക്തമായിരിക്കുന്നു, തെളിഞ്ഞിരിക്കുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള PV അൻവർ അടക്കം 10 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. 4 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. PV അൻവർ പത്രിക പിൻവലിക്കും എന്നുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം അസ്ഥാനത്തായി. D ബിനോയ് ചേരുന്നു വിവരങ്ങളുമായിട്ട്. PV അൻവർ മത്സരരംഗത്തുണ്ട് എന്നുള്ളതാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യം. 3 മണി എന്ന ആ സമയം കഴിഞ്ഞതുകൊണ്ട് D ബിനോയ്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 10 സ്ഥാനാർത്ഥികൾ നിലമ്പൂരിലെ മത്സരത്തിലുണ്ടാകും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത്, PV അൻവറിന് ഒപ്പം തന്നെ ഒരു അൻവർ സാദത്ത് എന്ന ഒരു സ്ഥാനാർത്ഥിയെ കൂടി സ്വതന്ത്രനായി മത്സരിപ്പിച്ചിരുന്നു. അത് പേരുകളിൽ തമ്മിൽ സാമ്യമുള്ളതുകൊണ്ട് അതൊരു ചെറിയ വിവാദമൊക്കെ PV അൻവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ അൻവർ സാദത്ത് ഉൾപ്പെടെ 4 പേരാണ് പത്രിക പിൻവലിച്ചിരിക്കുന്നത്. 10 പേർ മത്സരരംഗത്തുണ്ട് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ നിലമ്പൂരിലെ പോരാട്ടത്തിന് 10 പേർ തയ്യാറെടുക്കും. ഇതിൽ PV അൻവർ സ്വതന്ത്രനായി രംഗത്തുണ്ടോ എന്നുള്ളതാണ്. ഇന്ന് രാവിലെ വരെയൊക്കെ ചില സൂചനകളുണ്ടായിരുന്നു. അൻവർ ഒരു പക്ഷേ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മുന്നണിക്കോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ടായിരുന്നു. എന്നാൽ ആ സാധ്യതകളും സൂചനകളുമെല്ലാം തള്ളിക്കൊണ്ട് അദ്ദേഹം മത്സരരംഗത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം അല്പസമയം മുമ്പ്, അതായത് അദ്ദേഹം മത്സരിക്കുമെന്ന് ഉറപ്പാക്കുന്നതിന് അല്പസമയം മുമ്പ് തന്നെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ സമയത്തും ആര്യാളും ഷൗക്കത്തിനും ഒപ്പം പ്രതിപക്ഷ നേതാവിനുമെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശനം നടത്തിയിരിക്കുന്നത്. ഒപ്പം UDF സ്ഥാനാർത്ഥി പരാജയപ്പെടും എന്ന് പറയുന്നു. മലയോര മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ താൻ നേടിയിട്ടുള്ള അല്ലെങ്കിൽ താൻ ജനങ്ങൾക്കായി നൽകിയിട്ടുള്ള വലിയ തരത്തിലുള്ള സഹായങ്ങളുണ്ട്. ആ സഹായങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. അതെല്ലാം തന്നെ വോട്ടായി മാറപ്പെടും എന്ന പ്രതീക്ഷ PV അൻവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം മലയോര മേഖലയുമായി യാതൊരു ബന്ധമില്ലാത്ത സ്ഥാനാർത്ഥിയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. ആ ഒറ്റ കാരണത്താൽ തന്നെ അദ്ദേഹം പരാജയപ്പെടും എന്നൊക്കെയാണ് PV അൻവർ പറഞ്ഞത്. എന്തായാലും മത്സരത്തിൻ്റെ ഏകദേശം ചിത്രം വ്യക്തമായിരിക്കുന്നു. എല്ലാവരും, അതായത് LDFും UDFും BJPയും ഉൾപ്പെടെ അൻവർ ഉൾപ്പെടെയുള്ളവർ നാളെ മുതൽ വലിയ ശക്തരായി പ്രചരണ രംഗത്തുണ്ടാകുമെന്നുള്ള സൂചനകൾ നൽകുന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട് അൻവർ ഇലക്ഷൻ പ്രചരണ രംഗത്തൊന്നും ഇല്ലായിരുന്നു. ഇന്ന് രാവിലെ കുറച്ച് ആളുകളെ കാണുകയും ചില മണ്ഡലങ്ങളിൽ പോവുകയൊക്കെ ചെയ്തിരുന്നു. അനുപരിയായി ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു, നാളെ മുതൽ ഇലക്ഷൻ പ്രചരണ രംഗത്ത് സജീവമായി ഉണ്ടാകുമെന്നുള്ള സൂചന കൂടി PV അൻവർ തരുന്നുണ്ട്. എന്തായാലും നാളെയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് കൂടും. 13, 14, 15 തീയതികളിൽ മുഖ്യമന്ത്രി നിലമ്പൂരിലെത്തുന്നുണ്ട്. 14-ാം തീയതി പ്രിയങ്ക ഗാന്ധി എത്തുന്നുണ്ട്. അങ്ങനെ മുതിർന്ന നേതാക്കന്മാരെയും ഒപ്പം ഈ ആൾക്കൂട്ടത്തെ കയ്യിലെടുക്കാൻ കഴിവുള്ള നേതാക്കന്മാരെയൊക്കെ അവിടെ എത്തിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് ഇടതുമുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ശ്രമം നടത്തുന്നത്. ഒപ്പം അൻവറും വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികളുമായി ഉണ്ടാകും. സ്വതന്ത്രനായി മത്സരിക്കുന്ന അൻവറിൻ്റെ ചിഹ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്പസമയത്തിൽ നമുക്ക് ലഭ്യമാകുമെന്നുള്ള വിവരവും ചിഹ്നം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ചിഹ്നം ഇപ്പോൾ തത്സമയം ബിനോയ് അത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ ആ ചിഹ്നം ലഭിച്ചിരിക്കുന്നു. അത് അല്പം ഒരു തമാശയുള്ള ഒരു കാര്യമാണ്. കാരണം ചിഹ്നം എന്ന് പറയുന്നത് കത്രികയാണ് PV അൻവറിൻ്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ ഉള്ള ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ PV അൻവർ പറയുകയുണ്ടായി, തന്നെ കത്രികപ്പൂട്ടിട്ട് കുരുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2 കൈകളും നിവർത്തിപ്പിടിച്ചുകൊണ്ട് കഴുത്തിന് നേരെ വെച്ചുകൊണ്ട് അത് അമർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കത്രികപ്പൂട്ടിട്ട് കുരുക്കുകയാണ് എന്ന് പറഞ്ഞ അത് ഒരു പക്ഷേ അന്ധവിശ്വാസികളെ സംബന്ധിച്ചിട്ട് ഗുണകരമായിരിക്കും. അറം പറ്റുക എന്ന് പറയുന്നത് അന്ധവിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരു അന്ധവിശ്വാസമാണ്. അപ്പോൾ അങ്ങനെ അന്ധവിശ്വാസികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കത്രികപ്പൂട്ടിനെ കുറിച്ച് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്ന PV അൻവറിന് ഒടുവിൽ ഇതാ കത്രിക തന്നെ ചിഹ്നമായിട്ട് ലഭിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. D ബിനോയ്. തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. കാരണം പ്രതിപക്ഷ നേതാവും ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേർന്ന് കത്രിക പൂട്ടിട്ട് തന്നെ പൂട്ടിയിരിക്കുകയാണ്. തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണെന്നാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തായാലും നേരത്തെ MS സൂചിപ്പിച്ചതുപോലെ അറം പറ്റുക എന്ന് പറയുന്നത് പോലെ തന്നെ കത്രിക ചിഹ്നമായി ലഭിച്ചിരിക്കുന്നു. എന്തായാലും ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് വളരെയധികം ബോർഡുകളും പ്ലക്കാർഡുകളും പോസ്റ്ററുകളും ഒക്കെ അദ്ദേഹം പ്രിൻ്റ് ചെയ്ത് സൂക്ഷിക്കുന്നതിൻ്റെ
ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇനി നാളെ മുതൽ അതെല്ലാം തന്നെ നിരത്തുകളിൽ എത്തും. അതോടൊപ്പം തന്നെ പ്രചരണ പരിപാടികളിലും അദ്ദേഹം ഉണ്ടാകും. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ആരൊക്കെയാണ്? മറ്റേ നേരത്തെ രൂപീകരിച്ച മുന്നണിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇദ്ദേഹത്തിന് ഇലക്ഷൻ പ്രചരണ വേളയിൽ ഒപ്പം ഉണ്ടാകുമോ? അതാരൊക്കെയാണ്? അല്ലെങ്കിൽ പ്രമുഖരായ ആരെങ്കിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു സൂചനയും ലഭ്യമാകുന്നില്ല. എന്തായാലും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നിലമ്പൂർ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടാണ്. അവിടെ മത്സരിച്ച് ജയിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടില്ല, എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തായാലും വിജയം, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചിന്തിക്കുന്നില്ല എന്ന് പി വി അൻവർ പറയുന്നു. ഒപ്പം അദ്ദേഹത്തെ മലയോര മേഖല, അതായത് ഏകദേശം 20,000-ലധികം വോട്ട് കിട്ടുന്നൊരു സ്ഥലമാണ് ഈ മലയോര മേഖല. ആ മലയോര മേഖലയുടെ പൂർണ്ണ പിന്തുണ പി വി അൻവറിന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയും നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം LDF-ഉം UDF-ഉം വ്യത്യസ്തമല്ല. എല്ലാ മുന്നണികളുടെയും നോട്ടം സാമുദായിക സംഘടനകൾ ഒപ്പം നിർത്തുക, ഒപ്പം മലയോര മേഖലയെ കൂടെ ചേർത്ത് നിർത്തുക. ഇതൊക്കെയാണെങ്കിൽ പോലും ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഇലക്ഷൻ്റെ ചൂടേറും, വലിയ തരത്തിൽ പ്രചരണം പൊടിപാറും. ഒപ്പം മുതിർന്ന നേതാക്കന്മാരും ദേശീയ നേതാക്കന്മാരും എല്ലാം നിലമ്പൂരിലേക്ക് എത്തും എന്ന് നമുക്ക് മനസ്സിലാക്കാം. പി വി അൻവറിൻ്റെ അപരൻ ഉൾപ്പെടെയുള്ള 4 പേരാണ് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധിയായിട്ടുള്ള വൈകിട്ട് 3 മണി കഴിഞ്ഞപ്പോൾ പത്രിക പിൻവലിച്ചിട്ടുള്ളത്. പി വി അൻവറിൻ്റെ കത്രികയെക്കുറിച്ച്, അതായത് അദ്ദേഹത്തിൻ്റെ ചിഹ്നത്തെക്കുറിച്ച് സൂചിപ്പിച്ച കാര്യത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് മറ്റൊരു ഗുണപരമായ കാര്യം എന്ന് പറയുന്നത്, പി വി അൻവറിന് വേണമെങ്കിൽ പിണറായി സത്തിൻ്റെ അനീതികളെ കത്രിക കൊണ്ട് മുറിച്ച് നീക്കുന്നതിന് വേണ്ടി നിയുക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് താൻ എന്ന് കത്രികയെ ഗുണപരമായ അർത്ഥത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം. പി വി അൻവറിൻ്റെ പ്രചാരണത്തിൽ കത്രിക, ഇപ്പോൾ നമ്മൾ ബാർബർ ഷോപ്പുകളിലൊക്കെ നമ്മളുടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കത്രികയുടെ താളാത്മകമായ ശബ്ദം നമ്മളുടെ ചെവിയുടെ ചുറ്റും കറങ്ങി നടക്കുന്നത് പോലെയുള്ള കത്രികയുടെ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് പ്രചാരണ ഗാനം ഉണ്ടാക്കാം. തെരഞ്ഞെടുപ്പ് ബൂത്തുകളിലെത്തുമ്പോൾ, വോട്ടിംഗ് കേന്ദ്രങ്ങളിലെത്തുമ്പോൾ അവിടെയുള്ള വസ്തുവകകൾ മുറിക്കുന്നതിന് വേണ്ടി കത്രികകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ഥാനാർത്ഥിയുടെ ചിഹ്നം പ്രദർശിപ്പിച്ചു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ വിവാദമാക്കുകയും ഒക്കെ ചെയ്യാം. എന്തായാലും ഞാൻ കടന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ ഇപ്പോഴത്തെ ഈ വാർത്തകളോട്? ഈ മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയത്തിന് ശേഷമുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ടെങ്കിൽ തുടരാം, അല്ലെങ്കിൽ മറ്റു വാർത്തകളിലേക്ക് പോകാം. ഡി ബിനോയ്. തീർച്ചയായും 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞു നിർത്താം. അതായത് നാളെയോടുകൂടി തന്നെ പാർട്ടി CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ പ്രചരണ പരിപാടികൾ നിലമ്പൂരിൽ തുടങ്ങുകയാണ്. ഒപ്പം നേരത്തെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടി വരുന്നത്, പ്രതിപക്ഷ നേതാവിൻ്റെ 2 വാചകങ്ങളാണ്. അതായത് പി വി അൻവറിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ, കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോഴും കോൺഗ്രസിനൊപ്പമുണ്ട്. അതിൽ എടുത്തു പറയുന്ന പേര് കെ സുധാകരൻ്റെതാണ്. അത്തരത്തിലൊരു പരാമർശം ഇന്ന് വന്നപ്പോഴേക്കും VD സതീശൻ പറഞ്ഞ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് വല്ല ആളുകളും പറയുന്നതിൽ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ അതൊരു തീരുമാനമെടുക്കേണ്ട കാര്യമില്ല. പുറത്താക്കിയാൽ പുറത്ത്, അല്ലെങ്കിൽ വാതിലടച്ചു കഴിഞ്ഞാൽ അടച്ച വാതിൽ. അത്തരത്തിൽ കോൺഗ്രസിനകത്ത് തന്നെ വലിയ തരത്തിൽ ഒരു എതിർശബ്ദം പി വി അൻവറിനെതിരെ ഉണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിൽ നമുക്ക് വ്യക്തമാകുന്നത്. MS